സുഹൃത്തുക്കളെ, മണി മാറ്റേഴ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ബാങ്കുകൾ പ്രതിസന്ധിയിലാണ്. ബാങ്കുകൾ നാട്ടുകാരുടെ കയ്യിലുള്ള സമ്പാദ്യം ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്നു. ഈ പണം ആവശ്യക്കാർക്കും നിക്ഷേപകർക്കും വായ്പയായിട്ട് നൽകുന്നു. രണ്ടും തമ്മിലുള്ള പലിശയിലുള്ള വ്യത്യാസമാണ് ബാങ്കിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. പക്ഷെ വായ്പ എടുത്തവർ തിരിച്ചടച്ചില്ലെങ്കിലോ, മുതലും പലിശയും തിരിച്ചു നൽകിയില്ലെങ്കിലോ, ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ബാങ്കിന് പണം നൽകാൻ പറ്റുമോ? അപ്പോഴാണ് ബാങ്ക് പ്രതിസന്ധിയിലാവുന്നത്. ഇങ്ങനെ തിരിച്ചടക്കാൻ വൈകുന്ന വായ്പക്കാണ് കിട്ടാക്കടമെന്ന് പറയുന്നത്. ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 3 മാസത്തിനപ്പുറം കാലതാമസം വന്നാൽ അതിനെ കിട്ടാക്കടമായിട്ടാണ് പരിഗണിക്കുക. എത്രയാ കിട്ടാക്കടം? പെട്ടെന്ന് കണക്ക് കിട്ടത്തില്ല. 2012-13 മുതൽ 2020-21 വരെ 10.3 ലക്ഷം കോടി രൂപയുടെ കിട്ടാക്കടം എഴുതി തള്ളിയിട്ടുണ്ട്. അപ്പം അതത്രയും തിരിച്ച് കിട്ടത്തില്ലല്ലോ ഇനി. എന്നിട്ടും ഇപ്പോൾ 5.8 ലക്ഷം കോടി രൂപ കിട്ടാക്കടവുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്താൽ 16 ലക്ഷം കോടി രൂപയാണ് ഈ കഴിഞ്ഞ നമ്മുടെ ദശാബ്ദത്തിൽ ബാങ്കുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. 16 ലക്ഷം കോടി രൂപ. ഇത് ചെറിയ തുകയൊന്നുമല്ല കേട്ടോ. 2008-09 ഈ ആഗോള വലിയ ഭൂമികുലുക്കം, സാമ്പത്തിക തകർച്ചയുണ്ടായ വർഷം നമ്മുടെ ബാങ്കുകൾ സുരക്ഷിതമായിരുന്നു. കിട്ടാക്കടം 2% ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതങ്ങ് പടിപടിയായിട്ട് ഉയരാൻ തുടങ്ങി. 2017-18 ആയപ്പോൾ 14.6%, വായ്പയുടെ 14.6% കിട്ടാക്കടമായി. അത് പിന്നെ പലതും എഴുതി തള്ളിയൊക്കെ ചെയ്ത് കുറച്ചു. അങ്ങനെയാണ് 5.8 ലക്ഷം കോടി രൂപയിലെത്തിയത്. കോവിഡ് കാലത്ത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചല്ലോ. അപ്പം മൊറട്ടോറിയത്തിലുള്ള വായ്പകൾക്ക് കിട്ടാക്കടമായി മാറില്ല. ഇപ്പം മൊറട്ടോറിയം ഇല്ല. അപ്പോൾ കിട്ടാക്കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചടവില്ല. ഇന്നത്തെ ഒരു പ്രമുഖ പത്രത്തിൽ തലക്കെട്ട് കേരളത്തിലെ കിട്ടാക്കടം പെരുകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലരും പറയുന്നത് ഈ വർഷം അവസാനിക്കുമ്പോൾ കിട്ടാക്കടം സർവകാല റെക്കോർഡായിട്ടുയരും. ചുരുക്കത്തിൽ ബാങ്കുകളുടെ കിട്ടാക്കടം അതീവ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആദ്യം ചർച്ച ചെയ്യേണ്ട കാര്യം, ആരാണ് ഈ കിട്ടാക്കടമാക്കുന്നത്? ആരാ ബാങ്കുകളെ കൊള്ളയടിക്കുന്നത്? സർക്കാരിൻ്റെയൊക്കെ പ്രവൃത്തി കണ്ടാൽ തോന്നും ഈ നാട്ടിലെ കൃഷിക്കാരാണ്, പാവപ്പെട്ടവരാണ്, അവർ മേടിച്ചാൽ തരത്തില്ല. അതാണല്ലോ സാധാരണക്കുറിച്ചുള്ള ആക്ഷേപം. ബാങ്കുകൾക്ക് കൊടുത്താൽ കിട്ടുമെന്ന് ഉറപ്പെന്ത്? പക്ഷെ ആരാണ് ഇത്ര ഭീമമായ തുകയ്ക്കുള്ള കടം 16 ലക്ഷം കോടി രൂപയുടെ വായ്പ കിട്ടാക്കടമാക്കിയത് എന്ന് പേര് ചോദിച്ചാൽ റിസർവ് ബാങ്ക് പേര് പറയത്തില്ല, ഇന്ത്യ സർക്കാർ പേര് പറയത്തില്ല. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഇങ്ങനെ ബാങ്കിങ് ഇടപാടുകൾ രഹസ്യമായി വെക്കണം എന്നൊരു വകുപ്പുണ്ട്. അത് പിടിച്ചിട്ടാ പേര് പറയാത്തത്. എല്ലാ റെഗുലേഷനും പറ്റിച്ച് നടക്കുന്നവരുടെ പേര് പറയാൻ എന്തിനും മടിക്കണമെന്ന്. ഒറ്റ കാര്യമുള്ളൂ, ഇവരുടെ ശിങ്കടി മുതലാളിമാരാണ് ഈ ഭീമമായിട്ടുള്ള കിട്ടാക്കടം സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്കിലും സർക്കാർ അറിയാതെ പറഞ്ഞു പോകുന്ന ചില കണക്കുണ്ട്. ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞു, 5 കോടിയേക്കാൾ കൂടുതൽ വായ്പ എടുത്തിട്ടുള്ളവർ, 5 കോടിയേക്കാൾ, അതിലിപ്പോൾ കൃഷിക്കാരൊന്നും പെടൂല്ലല്ലോ, നമ്മുടെ സാധാരണക്കാരൊന്നും പെടൂല്ലല്ലോ.
ചെറുകിട വ്യാപാരികളും വ്യവസായികളും വിടില്ല. 5 കോടിയേക്കാൾ കൂടുതൽ വായ്പ എടുത്തവർക്കാണ് കിട്ടാക്കടത്തിൻ്റെ 86.4%. അപ്പോൾ ഒരു കാര്യം വ്യക്തം, നമ്മളതൊരു മനക്കണക്ക് കൂട്ടുകയാണെങ്കിലുണ്ടല്ലോ, ഈ കൃഷിക്കാർക്കിടെ കാർഷികടം അതിൻ്റെ പുറത്താണല്ലോ കൃഷിക്കാരിപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കണേ. കിട്ടാക്കടത്തിൻ്റെ 10% പോലും വരില്ല. ബാക്കി ആര്? ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണെന്ന് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വീണ്ടും ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 100 വായ്പ ഉടമകളെ എടുത്താൽ, ഏറ്റവും വലിയ വായ്പക്കാർ 100 പേര് എടുത്താൽ അവരുടെ 22% വായ്പയും കിട്ടാക്കടവും. അതും സൂചിപ്പിക്കുന്നത് വൻകിട കമ്പനികളൊക്കെയാണ് ഈ കിട്ടാക്കടം സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ആസൂത്രിതമാണെന്ന്. വായ്പ എടുക്കാൻ പ്രൊജക്റ്റുകൾ സമർപ്പിക്കുമ്പോൾ അതങ്ങ് ഊതി വീർപ്പിക്കും, വലിയ തുക വേണം. അപ്പോൾ മാർജിൻ മണി ഇവരിടണമല്ലോ. അതിനകത്ത് വേണ്ട, കാരണം ഊതി വീർപ്പിച്ച കണക്കാണ്. എന്നിട്ട് ഈ തുകക്കുള്ള വായ്പയാണ് രാഷ്ട്രീയ സ്വാധീനം എല്ലാം ഉപയോഗിച്ചെടുക്കുന്നത്. അങ്ങനെ വായ്പ എടുത്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ആലോചന, ഈ വായ്പയിൽ എത്ര ശതമാനം ചോർത്തിക്കൊണ്ടുപോകാവുന്നതാണുള്ളത്. അങ്ങനെയല്ലേ നീരവ് മോഡി എടുത്ത വായ്പ കബളിപ്പിച്ചു കൊണ്ടുപോയത്, കിൻഫിഷർ മുതലാളി നാട് വിട്ടുപോയത്. അവർക്കൊക്കെ വല്ല പ്രശ്നമുണ്ടോയെന്ന് അവർ വിദേശത്ത് രാജാക്കന്മാരെ പോലെ താമസിക്കുകയല്ലേ. കാരണം സർക്കാരിൻ്റെ ചോർത്തിയെടുത്ത പണം വിദേശത്ത് കൊണ്ടുപോയി പല കമ്പനികളിലേക്ക് ഹവാല വഴി വേണം കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുക. പല മുതലാളിമാർക്കും പാപ്പരായിട്ട് ഹർജി കൊടുത്ത് കിടക്കുന്ന അനിൽ അംബാനിക്കും ആൾ മറച്ചു വെച്ചു $1 ബില്യൺ നിക്ഷേപം അയാൾക്ക് ഒരു വിദേശ രാജ്യത്ത് ഓഫ് ഷോർ ഫിനാൻഷ്യൽ സെൻറ്ററിൽ ഈ സെയ്ഷൽസ് മൊറീഷ്യസ് ഒക്കെ ഉള്ള സ്ഥലത്തുണ്ടെന്ന്. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായിട്ട് ബാങ്കുകളെ കൊള്ളയടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. ഇങ്ങനെ കിട്ടാക്കടം പെരുകിയാൽ എന്താ പ്രശ്നം? ഒന്ന് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അവസാനം ഡെപ്പോസിറ്റുകാർ പണം ചോദിക്കുമ്പോൾ കൊടുക്കാനുണ്ടാവില്ല. പക്ഷെ ഡെപ്പോസിറ്റുകാരുടെ മുമ്പിൽ നല്ല മിനിങ്ങിയിരുന്നവരെ വേണമെങ്കിൽ പറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ പറ്റിക്കാൻ പറ്റാത്തൊരു സ്ഥാപനമുണ്ട്, അതാണ് ബേസൽ കരാറ്. ഈ ലോകത്തെ സാമ്പത്തിക കുഴപ്പങ്ങളൊക്കെ മൂർച്ഛിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ ചേർന്ന് ബാങ്കുകളുടെ നടത്തിപ്പ് സംബന്ധിച്ചൊരു കരാറുണ്ടാക്കി. അതാണ് ബേസൽ 2 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് മുഴുവൻ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കിട്ടാക്കട ഉണ്ടെങ്കിൽ അതിന് ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ് നടത്തണമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇനി കിട്ടൂലല്ലോ, അതുകൊണ്ട് അതിന് പകരം പണം വെക്കണം ബാങ്ക് ഉടമ. അത് എങ്ങനെയാ? അവരുടെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കണം. ലാഭമില്ലെങ്കിൽ ഓഹരി മൂലധനത്തിൽ നിന്ന് എടുത്ത് ഒരു ഭാഗം മാറ്റിവെക്കണം. എത്ര ഭാഗം? കിട്ടാക്കടത്തെ 2 അങ്ങ് തിരിക്കും. 2. ഒന്ന്, മതിയായ ഈടുള്ളത്. മതിയായ ഈടുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈടാക്കി എടുക്കാം. മതിയായ ഈടില്ലാത്തത് അതെന്ന് പൊള്ള ഷെയറും ഡീബഞ്ചറും എല്ലാം കൊണ്ടുപോയി ഈട് വെച്ചിട്ടാണ് ഈ വലിയ ഭീമമായ തുക എടുക്കുന്നത്. ആ ഷെയറിനൊന്നും പുല്ല് വിലയില്ല. അതുകൊണ്ട് ഈടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈടുണ്ടാവില്ല. ഈ നീരവ് മോഡിമാരൊന്നും ഒരു ഈടും ഇല്ലാതെ കള്ളത്തരം കാണിച്ചിട്ടാണ് വായ്പ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തിരിക്കും. ഈടുള്ള വായ്പകൾ, ഈടില്ലാത്ത വായ്പകൾ. ഈടില്ലാത്ത വായ്പകൾ 1 വർഷം കഴിഞ്ഞാൽ
തിരിച്ചടവുണ്ടായില്ലെങ്കിൽ 100% പണവും കിട്ടാക്കടത്തിൻ്റെത് ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ് നടത്തിയിരിക്കണം, പണം നീക്കി വച്ചിരിക്കണം. ഈടുള്ളതാണെങ്കിൽ 2 വർഷം കാക്കാം, അത് കഴിഞ്ഞാൽ ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ് നടത്തണം. എന്ന് വെച്ചാൽ കിട്ടാക്കടം ഇങ്ങനെ പെരുകിക്കൊണ്ടിരുന്നാൽ 1 വർഷം കഴിയുമ്പോൾ അതിന് ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ് ബാങ്കിൻ്റെ ലാഭത്തിൽ നിന്നോ ബാങ്കിൻ്റെ മൂലധനത്തിൽ നിന്നോ വെക്കേണ്ടി വരും. സമീപകാലത്ത് പല ബാങ്കുകളും നഷ്ടത്തിലാണ്, നമ്മുടെ ദേശസാൽകൃത ബാങ്കിലടക്കം. എന്തുകൊണ്ടാണ്? ഇതിന് മണം നീക്കി വെക്കേണ്ടി വരുന്നതുകൊണ്ടാണ്. മുതലാളിമാർ കട്ടുകൊണ്ടുപോയ പണത്തിന് പകരം പണം വെക്കാൻ ബാധ്യസ്ഥമായതുകൊണ്ടാണ് ഇത്തരത്തിൽ നഷ്ടത്തിൽ വരുന്നത്. ഇനി ലാഭമില്ല എന്നാലും പണം വെക്കണം. എവിടെ നിന്ന്? മൂലധനത്തിൽ നിന്ന്. എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ മൂലധനം ശോഷിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് ബേസിൽ കരാർ ഇങ്ങ് വരുന്നത്. ബേസിൽ കരാർ പ്രകാരം ബാങ്കിൻ്റെ ആസ്തിയുടെ 10% അല്ല, ആസ്തികളുടെ 10% തുകയ്ക്കുള്ള ഓഹരി മൂലധനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിലോ ബാങ്കിൻ്റെ റേറ്റിംഗ് പോവും. ഇന്ത്യയുടെ ബാങ്കുകളെല്ലാം അങ്ങനെ കുറഞ്ഞാലോ ഇന്ത്യൻ ബാങ്കുകളുടെ റേറ്റിംഗ് കുറയും, വിദേശ ഇടപാടുകൾ നടത്താനൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇന്ത്യ സർക്കാർ പല ഗൗരവം ആലോചിച്ചിട്ട് 9% ഓഹരി മൂലധനം, ആസ്തികളുടെ 9% മൂലധനമായിട്ടുണ്ടാവണമെന്ന് തീരുമാനിച്ചു. ഈ കിട്ടാക്കടത്തിന് വേണ്ടി പ്രൊവിഷനിങ് നടത്തി കഴിയുമ്പോൾ ഈ മൂലധനം കുറഞ്ഞ് ഈ 9% താഴെ പോയി കഴിഞ്ഞാൽ പ്രശ്ന. അതുകൊണ്ട് സർക്കാരിന് തലവേദനയാണ്. കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ പണം വെച്ച് റീക്യാപിറ്റലൈസേഷൻ എന്ന് പറയും. മൂലധനം വീണ്ടും കൊടുക്കുന്നു. ഉടമസ്ഥൻ കേന്ദ്ര സർക്കാരാണല്ലോ ദേശസാൽകൃത ബാങ്കുകൾ. കട്ടുകൊണ്ടുപോയിട്ടുള്ളത് കോർപ്പറേറ്റ്. ഇന്ത്യ സർക്കാർ അതിന് പകരം പണം കൊടുക്കുന്നു. അങ്ങനെ ചെറിയ പണമൊന്നുമല്ല കേട്ടാ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. 2012-13 2020-21 ഇടയ്ക്ക് ബഡ്ജറ്റിൽ നിന്ന് 3.69 ലക്ഷം കോടി രൂപ ബാങ്കുകളുടെ മൂലധനത്തിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റൂ? അതുകൊണ്ട് ഇന്ത്യ സർക്കാർ ചില നിയമങ്ങളൊക്കെ പാസ്സാക്കി. അങ്ങനെയാണ് സർഫാസ് നിയമം 2002 പാസ്സാക്കിയത്. ആ നിയമപ്രകാരം ബാങ്ക് ഇതിൻ്റെ കടം പിരിക്കാൻ വേണ്ടി കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് എന്ന പേര്. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. അവന്മാർ ബിരുദന്മാരാ, അവർ പണം ഈടാക്കും, അവർക്ക് മറിച്ചു കൊടുക്കാം. പിരിക്കുന്ന പണത്തിൻ്റെ 1.5% ഫീസ് കൊടുക്കണമെന്നുള്ളൂ. ഇങ്ങനെയുള്ള കമ്പനികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ നിയമത്തും വെച്ചിട്ടൊന്നും ഇടപെടാൻ പറ്റത്തില്ല. അവർക്ക് വലിയ സ്വാതന്ത്ര്യമാണ്. സർഫാസി നിയമം നമുക്കറിയാലോ, വലിയ പേടിയാണ്. നമ്മുടെ നാട്ടിൽ പോലും എന്തെങ്കിലും ലഹള ഉണ്ടാക്കി ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. സാധാരണ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയുള്ള ജപ്തിയാണെങ്കിൽ റവന്യൂ മന്ത്രിക്ക് സ്റ്റേ ചെയ്യാം. സർഫാസിൽ ആ പണിയും നടക്കില്ല. ബാങ്കുകൾ സർഫാസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി അവർക്ക് സ്വാതന്ത്ര്യമാണ് ഈടാക്കാനായിട്ട്. വലിയ തട്ടിപ്പുകളും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എടുത്തു കഴിഞ്ഞാൽ, ഈ നഷ്ടത്തിലോടുന്ന പീഡിത കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിനെ വിൽക്കണമെങ്കിൽ അത് വേഗം പാപ്പരായിട്ട് പ്രഖ്യാപിക്കണം. അതുകൊണ്ട് പുതിയ ഇൻസോൾവൻസി നിയമങ്ങൾ, പാപ്പര് നിയമങ്ങൾ അതിവേഗത്തിൽ, പണ്ടൊരു കമ്പനി അടച്ചുപൂട്ടാൻ ഒത്തിരി നാൾ വേണം, ഇപ്പോൾ അതൊന്നും വേണ്ട. അതിവേഗത്തിൽ കമ്പനി ഒരു ട്രിബ്യൂണലുണ്ട്, അവിടെ കൊണ്ട് ഇത് പാപ്പരായിട്ട് പ്രഖ്യാപിച്ച് അഴിച്ചു പൊളിച്ചു വെക്കാം. ഇതിനൊക്കെ ഡെറ്റ് ട്രിബ്യൂണലും ഉണ്ടാക്കി. ഇങ്ങനെ പ്രത്യേകമായ ഒരുപാട് സംവിധാനങ്ങൾ
കിട്ടാക്കടം പിരിച്ചെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ 28 അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ഉണ്ട് കിട്ടാക്കടം പിരിക്കാൻ. അവർക്കെല്ലാം കൂടി 10.3 ലക്ഷം കോടി രൂപ ഏൽപ്പിച്ചു കൊടുത്തു. ഇതുവരെ പിരിഞ്ഞു കിട്ടിയത് 1.3 ലക്ഷം കോടി രൂപ. ശരിക്കും പറഞ്ഞാൽ ഒരു 10% പണമേ വന്നിട്ടുള്ളൂ. അത്ര പിരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കിട്ടാക്കടത്തിൽ നിന്ന് പിരിക്കുന്ന തുക ഓരോ വർഷം കഴിയുന്നതും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യത, സഹായം കൊടുക്കേണ്ട തുക കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇനി കിട്ടാക്കടം കൂടാൻ പോയാണ്. സാധാരണക്കാരൻ്റെയൊക്കെ വായ്പ തിരിച്ചടവിൽ വീഴ്ച വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് ഒരു വലിയ ബുദ്ധി വന്നത്. ഈ ബേസൽ 2 കരാർ പ്രകാരം നമ്മുടെ ബാങ്കുകളുടെ കിട്ടാക്കടം കൂടി മൂലധനം കുറഞ്ഞാൽ സർക്കാർ സഹായം കൊടുത്ത് അവരെ നിലനിർത്തണം. അങ്ങനെ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കുന്ന ഒഴിവാക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞ് ഇപ്പോഴത്തെ ചിന്ത ഒരു പുതിയ ബാങ്ക് ഉണ്ടാക്കാം. എൻ്റെ പേര് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ഇങ്ങനൊരു കമ്പനി ഉണ്ടാക്കി, പുതിയ ബാങ്ക് ഉണ്ടാക്കി. എല്ലാ ബാങ്കുകളുടെയും കിട്ടാത്ത കടം ഇതിലേക്ക് മാറ്റാം. എല്ലാ കൊച്ചു കടമൊന്നുമില്ല, അതൊക്കെ സർഫേസി പ്രകാരം നമ്മുടെ പാവപ്പെട്ടവരെടുത്ത വായ്പയൊക്കെ പിരിക്കുന്ന അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. 500 കോടിയേക്കാൾ കൂടുതലുള്ള എല്ലാ വായ്പയും ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഈ വായ്പയെല്ലാം എടുത്തു നോക്കി നീടുണ്ടോ, എത്ര പിരിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ 100 കോടിയുടെ ഒരു വായ്പയാണ്, 500 കോടിയുടെ ഒരു വായ്പയാണെങ്കിൽ അത് പറയും ശരി 400 കോടി പിരിക്കാം, തരാം. അതിനെ ഹെയർ കട്ട് എന്നാണ് പറയണേ. അപ്പം തന്നെ 100 കോടി അങ്ങ് പോയി. ആ 400 കോടി രൂപയുടെ 15% ക്യാഷായിട്ട് കൊടുക്കും. അപ്പം ബാങ്കിന് കുറച്ച് പണം കിട്ടി. 2, ബാക്കിയുള്ള പണത്തിന് ബോണ്ടായിട്ടങ്ങ് കൊടുക്കും. ബാങ്ക് റെസീറ്റ്സ് എന്നാണ് പറയുന്നത്, ബോണ്ടായിട്ട് കൊടുക്കും. അങ്ങനെ ബോണ്ട് കൊടുത്താൽ അതിന് വിശ്വാസ്യത വേണ്ടേ? അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പം തന്നെ 30,000 കോടിയുടെ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് ഈ ബോണ്ട് ബാങ്കുകളുടെ നിക്ഷേപമായിട്ട് കരുതാം. ബാങ്കുകൾക്ക് വേണമെങ്കിൽ മറിച്ച് മാർക്കറ്റിൽ വിറ്റ് അതിൽ നിന്ന് പണമുണ്ടാക്കാം. അതോടുകൂടി ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ് ഈ ബോണ്ട് വഴിയും കിട്ടുന്ന 15% കൊണ്ട് ചെയ്യാം. കേന്ദ്ര സർക്കാർ പണം കൊടുക്കട്ടെ. ഇതാണ് വിദ്യ. അപ്പോൾ കിട്ടാക്കടമെല്ലാം ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാറി. ബാങ്കിനാണെങ്കിലോ ഒരുപക്ഷെ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ നടത്തിക്കഴിഞ്ഞതാവും, അവർക്ക് പണം കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ തൽക്കാലം പ്രതിസന്ധി പരിഹരിക്കാം. എല്ലാ കാലത്തേക്കും പറ്റില്ല. ഈ ഏറ്റെടുത്ത ആസ്തി കമ്പനി, കിട്ടാക്കടം വരുത്തിയ കമ്പനി അത് പ്രവർത്തിപ്പിക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് അതിന് ധനകാര്യ സ്ഥാപനമാണ്, അതിനിതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് വേറൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ, ഡെറ്റ് റെസൊല്യൂഷൻ കമ്പനി. വലിയ വിദ്വാന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് അതിൽ മേധാവികളാക്കാൻ പോടുന്ന പറയണേ. അവർ ഈ കമ്പനി എടുത്ത് പൊളിച്ചു പണിത് റെഡിയാക്കി പ്രവർത്തനക്ഷമമാക്കി മറിച്ച് വിറ്റ് കാശെടുത്ത് നമ്മുടെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊടുക്കുന്ന വെപ്പ്. 28 എണ്ണം വിചാരിച്ച് നടന്നില്ല. പിന്നെയാണ് ഇപ്പോൾ ഇനി ഡെറ്റ് റെസൊല്യൂഷൻ കമ്പനി വിചാരിച്ചാൽ നടക്കാൻ പോണത്. പക്ഷെ ഇതിൻ്റെ തമാശ എന്താണെന്നറിയാം? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമല്ല, കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞാൽ തന്നെ മുഴുവൻ വിൽക്കാൻ നടക്കുകയല്ലേ. ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്താ? തട്ടിപ്പ് കാണിച്ച് പൊളിഞ്ഞിട്ടുള്ള സ്വകാര്യ കോർപ്പറേറ്റുകളെല്ലാം എടുത്ത്
നന്നാക്കാനായിട്ടൊരു പൊതുമേഖലാ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് നടന്നത് തന്നെ. എന്തൊക്കെ അസംബന്ധങ്ങളാണ്. പിന്നെ എന്തിനാ കേന്ദ്ര സർക്കാർ ഇത് ചെയ്യുന്നത്? 5 വർഷക്കാലം ഈ കടമൊക്കെ മാറിക്കിട്ടും, കിട്ടാക്കടമൊക്കെ മാറിക്കിട്ടും. അതുവരെയും പിടിച്ചു നിൽക്കാൻ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ നൽകിയ 5 വർഷത്തെ ബാങ്കിൻ്റെ ബോണ്ടുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റൊക്കെ നന്നാവും. ആ സമയത്ത് ബാങ്കിനെ അങ്ങ് സ്വകാര്യവൽക്കരിക്കാം, വിൽക്കാം. അതിന് വേണ്ടിയിട്ടാ ഇപ്പോൾ എയർ ഇന്ത്യ വിറ്റത് കണ്ടില്ലേ? എയർ ഇന്ത്യയുടെ നേരത്തെ ശ്രമിച്ചിട്ട് വിൽക്കാൻ പറ്റിയില്ല. കാരണം എയർ ഇന്ത്യക്ക് 60,000 കോടി രൂപ, 60,000-ൽ പരം കോടി രൂപ കടമുണ്ട്. ആ കടം എടുക്കാൻ പറ്റുള്ളൂ എന്നാൽ വാങ്ങാൻ വരുന്നവർ പറയണേ. ടാറ്റ അത് തന്നെ പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? ഇതിലെ 50,000 കോടി രൂപ എടുത്ത് ഒരു പുതിയ കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് മാറ്റിവെച്ചു. അസറ്റ് ഹോൾഡിംഗ് കമ്പനി എന്നും പറഞ്ഞൊരു കമ്പനി. അതിന് വേറെ ചില നോൺ കോർ അസറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ ഇന്ത്യയുടെ ബാലൻസ് ഷീറ്റ് നന്നായി. അപ്പോൾ ടാറ്റ ശരി, ഞങ്ങൾ 15,000 കോടി കടം ഞങ്ങൾ കൊടുത്തോളാം, അതിൽ 2,700 കോടിയെ ക്യാഷായിട്ട് തരത്തുള്ളൂ, ബാക്കി ലാഭം കിട്ടുമ്പോൾ സർക്കാരിനെ ഡിവിഡൻഡ് അല്ല, സർക്കാരിന് നികുതി നൽകുന്നതിന് പകരം അതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാന്ന് കരാറുണ്ടാക്കിയിരിക്കുക. എയർ ഇന്ത്യ വിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കടബാധ്യതകൾ ഒരു പുതിയ കമ്പനിയിലേക്ക്, സർക്കാർ കമ്പനിയിലേക്ക് മാറ്റിയതുപോലെ നമ്മുടെ ബാങ്കുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അരങ്ങൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മോഡി സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതിനാണ് ബാഡ് ബാങ്ക്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഈ ബാഡ് ബാങ്ക്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ അണിയറയിൽ രൂപം കൊള്ളുന്നത് ഇതുപോലെ ഒരു വമ്പൻ ഗൂഢാലോചനയാണ്. അതിൻ്റെ മുഖം മൂടിയാണ് ഈ പുതിയ ബാഡ് ബാങ്ക്. ഇനി ഏതാനും ചോദ്യങ്ങൾ സാധാരണയേക്കാൾ കൂടുതൽ സമയം അവതരണത്തിനെടുത്തുപോയി. ശരത് വി എസ് ചോദിക്കുന്ന, ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന നിഷ്ക്രിയ ആസ്തികൾ കൂടുതൽ വിലക്ക് നിക്ഷേപകർക്ക് വിറ്റ് ലാഭമുണ്ടാക്കുന്നത് ഗുണം ചെയ്യുമോ? കൂടുതൽ വിലക്കൊന്നും അല്ല കേട്ടോ. നിഷ്ക്രിയ ആസ്തികളൊന്നും കൂടുതൽ വിലക്ക് എടുക്കാൻ ആളുണ്ടാവില്ല. ഇപ്പോൾ വീഡിയോകോൺ എന്ന് പറയുന്ന കമ്പനി നിഷ്ക്രിയ ആസ്തിയായി അത് വിൽക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. 35,000 കോടി രൂപയാണ് ഇതിൻ്റെ ആസ്തികൾ മൂല്യം വിലയിരുത്തിയത്. എന്നാൽ ഇത് നമ്മുടെ ARC വഴി വിറ്റ് വന്നപ്പോഴോ ഇവർക്കാകെ കിട്ടുന്നത് 2,000-ൽ പരം കോടി രൂപയാണ്. ഇത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയെന്ന്. മൂല്യത്തിൻ്റെ 95% എഴുതി തള്ളിരിക്കുക അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. ഇത് വലിയ തട്ടിപ്പാണെന്ന് ചർച്ചയുണ്ടായി, കോടതിയിൽ പരാമർശം വന്നു. അതോടുകൂടിയാണ് ARCയുടെ വില എങ്ങ് പോയത്. അതുകൊണ്ട് കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പുതിയൊരു ബാഡ് ബാങ്കിന് രൂപം നൽകാനായിട്ട് തീരുമാനമെടുക്കുന്നത്. ബിപിൻ ബേബിയുടെ ചോദ്യം, ബാങ്കുകളിൽ ഇത്രയും വലിയ നിഷ്ക്രിയ ആസ്തി എങ്ങനെ ഉണ്ടായി? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. രണ്ടുണ്ട് കാരണം. ഒന്ന്, നീരവ് മോഡിയെപ്പോലുള്ളവരുടെ തട്ടിപ്പ്, ബാങ്കിനെ കബളിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് വായ്പ എടുക്കുന്നവർ. രണ്ടാമത്തേത് UPA സർക്കാർ ചെയ്തതാ. ബാങ്കുകളുടെ പണം ഇവിടുന്ന 1 വർഷം 2 വർഷം 3 വർഷം ഏറിയാൽ കാലയളവിലേക്കുള്ള ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ പണം എടുത്ത് 10-20 വർഷം കൊണ്ട് തിരിച്ചടവ് വരുന്ന പശ്ചാത്തല സൗകര്യ നിക്ഷേപകർക്ക് വായ്പ കൊടുക്കാൻ UPA സർക്കാർ പറഞ്ഞു. അന്ന് പലരും പറഞ്ഞു ഒരു മിസ്മാച്ച് വരും. 1 വർഷം 2 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് 10-20 വർഷത്തേക്ക് ദീർഘനാളിൽ വായ്പ കൊടുത്താൽ അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നെന്തുകൊണ്ടോ ഇതിനു വേണ്ടി പ്രത്യേകം കമ്പനികളുണ്ടായിരുന്നു, ബാങ്കുകളുണ്ടെന്ന്.
അതൊക്കെ സ്വകാര്യവൽക്കരിച്ച് ബാങ്കുകളാക്കി മാറ്റി. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കുറുക്ക് വഴി തേടേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2008-2009 ആഗോള സാമ്പത്തികം ആദ്യം വന്നത്. അതോടുകൂടി പല പശ്ചാത്തല സൗകര്യ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കേണ്ടി വന്നു. പതുക്കെയായി, പലതും വീണ്ടും രണ്ടാമത് തുടങ്ങിയില്ല. അതോടുകൂടി ഇതൊക്കെ കിട്ടാക്കടമായി. അങ്ങനെയാണ് അതിവേഗത്തിൽ ബാങ്കുകളുടെ കിട്ടാക്കടം വർദ്ധിച്ചത്. ഇപ്പം തട്ടിപ്പും ഉണ്ട്, ഇങ്ങനെയുള്ള പൊളിച്ചിലും ഉണ്ട്. ഭാര്യ ചോദിക്കുന്നത്, ഇപ്പോൾ രാജ്യത്ത് കിട്ടാക്കടം കുറയുകയാണല്ലോ, അപ്പോൾ വേൾഡ് ബാഡ് ബാങ്കിൻ്റെ ആവശ്യം എന്താണ്? അതെ, കിട്ടാക്കടം കുറഞ്ഞത് എന്തുകൊണ്ടാ? എഴുതി തള്ളിയത് കൊണ്ടാ. പക്ഷെ എന്നാലും കുറഞ്ഞു വരികയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കോവിഡായി, ഈ കുറഞ്ഞതെല്ലാം തിരിച്ചു വരാൻ പോവുകയാണ്. ഈ മൊറട്ടോറിയം അങ്ങ് പിൻവലിച്ചതോടെ നമുക്ക് അതുവരെയും മൊറട്ടോറിയത്തിലുള്ള വായ്പകളൊന്നും കിട്ടാക്കടമായിട്ട് കണക്കാക്കില്ലായിരുന്നു. ഇപ്പം അതെല്ലാം കിട്ടാക്കടമായിട്ട് കണക്കെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ബാങ്കുകളുടെ കിട്ടാക്കടം സർവകാല റെക്കോർഡായിരിക്കും. നീരജിൻ്റെ ചോദ്യം, പുതുതായി ഒരു ബാങ്ക് ഉണ്ടാക്കുന്ന സത്യത്തിൽ ചിലവുള്ള കാര്യമല്ലേ? നിലവിലുള്ള സംവിധാനത്തിലൂടെ എന്തുകൊണ്ടാണ് കിട്ടാക്കടം വാങ്ങാൻ സാധിക്കാത്തത്? കിട്ടാക്കടം പിരിക്കണമെങ്കിൽ ഈട് വേണ്ടേ? പലതിനും ഈടില്ല. ഇനി ഈടുണ്ടെങ്കിലും ഇതൊന്ന് മറിച്ച് വിൽക്കണമെങ്കിൽ, അത് ഈടാക്കണമെങ്കിൽ കാലതാമസമുണ്ട്. അതുവരെയും ബാഡ് ഡെറ്റ് പ്രൊവിഷനിങ് വേണം. അങ്ങനെയെല്ലാം ഇപ്പം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മൂലധനം ഇല്ലാതാവും. കേന്ദ്ര സർക്കാർ റീക്യാപിറ്റലൈസേഷൻ വേണ്ടി വരും. അതുകൊണ്ടാണ് നിലവിലുള്ള സംവിധാനം പോരാ, ബാങ്കുകളിൽ നിന്നെല്ലാം എടുത്ത് ഒരു പുതിയ ബാങ്കിന്, ബാഡ് ബാങ്കിന് കൊടുക്കുക. അത് നിലവിലുള്ള 28 ARCകൾ അതൊക്കെ പലതും സ്വകാര്യ ബാങ്ക് സ്ഥാപനങ്ങളും ഒക്കെയാണ്. അതിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ സർക്കാരിന് കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് പുതിയൊരു സ്ഥാപനത്തിന് തയ്യാറായത്. ആദർശിൻ്റെ ചോദ്യം, ബാഡ് ബാങ്കുകൾ രൂപീകരിച്ചാൽ കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്നത് കുറയുമോ? ഇല്ലല്ലോ. കോർപ്പറേറ്റുകളുടെ കടം കിട്ടാക്കടമായി പ്രഖ്യാപിച്ച് അത് വിറ്റിരിക്കുന്നു. ഞാൻ വീഡിയോ കൊണ്ട് കേസ് പറഞ്ഞില്ലേ, 35,000 കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനിയാണ് 2,500 കോടിക്ക് വിറ്റ്. അപ്പോൾ എഴുതി തള്ളുന്ന കുറയത്തില്ല. യഥാർത്ഥത്തിൽ ഒരു ഒത്തീർപ്പുണ്ടാക്കി, ശരി നിങ്ങൾ 50,000 കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട്, ഒരു 5,000 കോടി രൂപ ഒത്തീർപ്പ്, അല്ലെങ്കിൽ 10,000 കോടി രൂപ അതിനുള്ള പരിശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം എഴുതിത്തള്ളതുപോലുള്ള സാധാരണ കടം എഴുതിത്തള്ളാത്ത എന്തുകൊണ്ടാണ്? അതെ, ടു ബിഗ് ടു ഫെയിൽ എന്നൊരു വർത്താനമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വീടും കുടുംബവും ചെത്തി ചെയ്തു പോയാലും രാജ്യത്ത് ഒരു പ്രത്യേകത ഉണ്ടാക്കില്ല, നമുക്ക് ദേഷ്യം വരുമെന്നല്ലാതെ. അതേസമയത്ത് അദാനി പൊളിഞ്ഞാലോ ഇത്ര വലിയ സ്ഥാപനങ്ങൾ പൊളിയും. അപ്പം അതുകൊണ്ട് നമ്മളെ അവഗണിക്കുക, സാധാരണക്കാരെ അവഗണിക്കുക, ഈ ശിങ്കിടി മുതലാളിമാരെ സംരക്ഷിക്കുക. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. അതാണ് ഈ നിയോ ലിബറൽ കാലത്തെ അവരുടെ അവസ്ഥ. ലാഭമുണ്ടായാൽ സ്വകാര്യ വ്യക്തികൾക്ക്, നഷ്ടമുണ്ടായാൽ അത് ബാങ്കുകൾക്ക്. ഇതാണ് ഇപ്പോഴത്തെ തത്വം.